ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഇന്നൊരു വ്ളോഗാണ്, ഒരു മോർണിംഗ് വ്ളോഗ്. സേഹുവിനെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതുപോലെ സേഹുവിന് ഇപ്പോൾ 11 months ആയി. സോ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും അതുപോലെ എൻ്റെ ജോലിയുടെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. സേഹുവിനെ രാവിലെ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എഴുന്നേറ്റ് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇക്കുനിപ്പോൾ 8 മണിക്കാണ് ഡ്യൂട്ടി. ആൾ പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. ഇന്ന് രാവിലെ സേഹു അത്ര നല്ല മൂഡിലല്ല എഴുന്നേറ്റ് വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിർത്തിയപ്പോൾ താണ്ടെ കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും ആൾക്ക് ഓരോ മൂഡായിരിക്കും കേട്ടോ. ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ കൊടുത്ത് ഒന്ന് ഇരുത്താൻ നോക്കിയതാണ്. പക്ഷേ ആൾ സമ്മതിച്ചില്ല. ആളിന്ന് കരച്ചിലായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോഴേ. ചില ദിവസം നല്ല ആക്റ്റീവായിട്ട് എഴുന്നേൽക്കും, ചില ദിവസം ഇങ്ങനെ ആയിരിക്കും കേട്ടോ. സോ രാത്രി കിടന്ന് ഉറങ്ങാനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറക്കക്ഷീണമൊക്കെ കുഞ്ഞിനുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എത്ര സിമ്പിളാക്കാവോ അത്ര സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. സോ ഇന്ന് ഞാൻ സേഹുവിനും ഇക്കുവിനും പാൻ കേക്കാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇക്കുവിനായിട്ട് ഒരു മുട്ടയും കൂടി പുഴുങ്ങാനിട്ടിട്ടുണ്ട്. സേഹുവിന് ഓൾറെഡി ലഞ്ചിന് എഗ്ഗ് ഞാൻ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഞാൻ എഗ്ഗ് ആഡ് ചെയ്യുന്നില്ല. പിന്നെ പാൻ കേക്കിൽ ഓൾറെഡി എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു പഴവും കുറച്ച് ഓട്സും പിന്നെ ഡേറ്റ്സും പിന്നെ പാലും ഒരു എഗ്ഗും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇന്ന് പാൻ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. സേവ് കുഞ്ഞിപ്പം 11 മന്ത്സിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് തന്നെ അവർക്കും കഴിക്കത്തക്ക രീതിയിലാണ് ഞാനിപ്പോൾ കൊടുക്കാറ് കൂടുതലും. അവൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ കുറുക്കുകൾ മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് അവൾക്ക് ചെയ്യാറ്. ബാക്കിയെല്ലാം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫുഡുകൾ തന്നെ അവൾക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൗ മിൽക്ക് ഞാൻ ഇങ്ങനെ കുറുക്കുകളിലും പാൻ കേക്കുകളിലും ഒക്കെ ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് നോർമലി കൊടുക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനത്തെ രീതിയിൽ ഞാൻ എല്ലാത്തിലും ഇങ്ങനെ നമ്മൾ നേരത്തെ പൊടിയായിരുന്നു ആഡ് ചെയ്യുന്നത് അവളുടെ, അതിന് പകരം ഞാനിപ്പോൾ കൗ മിൽക്ക് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന മെയിൻ ഫുഡ് എല്ലാം തന്നെ അവൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റിന്, ലഞ്ചിന്, ഡിന്നറിന് ഇതിന് നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് അവൾക്ക് കഴിക്കത്തക്ക രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ കുറുക്ക് കൊടുക്കാറുണ്ട്. കുറുക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ ഓട്സ് ആയിരിക്കും അല്ലെങ്കിൽ കൂരവായിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു കുറുക്കും കൂടി ഞാൻ ഡെയിലി കൊടുക്കാറുണ്ട് കേട്ടോ. ഈ ഒരു 11 മന്ത്സിലൂടെ പോകുമ്പം സേക്കുഞ്ഞ് കുറച്ചുകൂടി ഒരു കുറുമ്പി ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ ഹൈ ചെയറിൽ അത്യാവശ്യം നന്നായിട്ടിരുന്ന് കഴിക്കുന്ന കുഞ്ഞായിരുന്നു. ഇപ്പം ദാണ്ടെ ഇതാണ് പതിവ്. കുറച്ച് കഴിക്കും, പിന്നെ അവൾ മടുക്കുമ്പോൾ ദാണ്ടെ എഴുന്നേറ്റ് നിൽക്കലായി, ചാടാൻ നോക്കലായി, അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട് കേട്ടോ. സോ ഈ ഒരു മാസങ്ങളിലൂടെ കടന്നു പോകുന്ന ബേബീസ് ഉള്ളവർ അവരുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ, എനിക്കൊന്ന് അറിയാനാണ്. ഇപ്പോൾ അവൾ കുറച്ചുകൂടി കുറുമ്പി ആയിട്ടുണ്ട്. എനിവേസ് അതൊക്കെ കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് ഉറക്കി കഴിഞ്ഞാലാണ് പിന്നെ എൻ്റെ പരിപാടികൾ നടക്കുന്നത്. സോ കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പാലും വൈറ്റമിൻ ഡിയും കൊടുക്കുന്നത് കേട്ടോ. എഴുന്നേറ്റ് ഉടനെ ഞാൻ പാല് കൊടുക്കാറില്ല, കൊടുക്കണമെന്നാണ് മിക്കവരും പറയുന്നത്. പക്ഷെ പാല് കുടിച്ചാൽ പിന്നെ കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുക്കുന്നത്, പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പാല് കൊടുക്കുന്നത്. വൈറ്റമിൻ ഡി ഞാൻ ഇതുവരെ സ്കിപ്പ് ചെയ്തിട്ടില്ല. എപ്പോഴും പാല് കൊടുത്തതിന് ശേഷമാണ് വൈറ്റമിൻ ഡി കൊടുക്കുന്നത് കേട്ടോ. കാരണം പാലിലുള്ള കാൽസ്യം വൈറ്റമിൻ ഡി അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യും. സോ എം ഡി സ്റ്റൊമക്കിൽ വൈറ്റമിൻ ഡി കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ കാൽസ്യം റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് വൈറ്റമിൻ ഡി കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി അവൾ ഉറങ്ങുന്ന ഈ ഒരു സമയത്താണ് എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻസും ഒതുക്കലും പിറക്കലും ഒക്കെ നടക്കുന്നത്. സോ സേക്കുഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. സോ ഈ ഒരു സമയമാണ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ യു എയിലോട്ട് വരുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ ഞാൻ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. സേക്കുഞ്ഞെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ കുഞ്ഞല്ലേ. സോ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് കാര്യങ്ങളോ ഒന്നുമില്ല. നാട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട്. സോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. ഇക്കു ജോബ് മാറിയത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജോബിൽ ആൾക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്. സോ പണ്ടത്തെ പോലെ എപ്പോഴും അങ്ങനെ വീട്ടിൽ കിട്ടാറില്ല കേട്ടോ. ജോലി കഴിഞ്ഞ് വന്നാൽ പണ്ട് പിന്നെ നമ്മൾ രണ്ടുപേരും ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ നമുക്ക് ഫാർമസി കാര്യങ്ങൾ അവിടെ വിട്ടിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാറ്. പക്ഷേ ഇപ്പോഴത്തെ ജോബ് വെച്ചിട്ട് വീട്ടിൽ വന്നാലും പല കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ ഫാർമസിയിലോട്ട് വീണ്ടും പോകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പല ഫാർമസി ബ്രാഞ്ചസിലോട്ട് പോകേണ്ടതായിട്ട് വരും. ആ ഒരു സമയത്തൊക്കെ നമ്മളെയും കൂടെ കൂട്ടാറുണ്ട്. നമ്മളും ചുമ്മാ വണ്ടി കയറി ഇരിക്കാറുമുണ്ട് കേട്ടോ. കാരണം എത്രയെന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആള് നല്ല ബിസി ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പ്രൊഫഷനിൽ കുറച്ച് ഗ്രോത്ത് ഒക്കെ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുക്കുന്നതിൽ കുഴപ്പമില്ലെന്നാണ് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. പണ്ട് ഞാൻ ഇങ്ങനെയല്ല ചിന്തിച്ചിരുന്നത്. നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ തന്നെ നമ്മളിതുകൊണ്ട് ഇതേപോലെ മാറ്റി ചിന്തിക്കാനായിട്ട് ഇടവരുത്തുന്നത്.
സേക്കുഞ്ഞ് കുറച്ച് നന്നായിട്ട് ഉറങ്ങുന്നത് ഈ ഒരു സമയത്താണ്. ഈ ഒരു രാവിലെ കിടത്തുമ്പോഴാണ് കേട്ടോ. സോ അവൾ എഴുന്നേൽക്കുന്ന ഒരു എറൗണ്ട് ടൈം എനിക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിലാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കുന്നത് കേട്ടോ. പിന്നെ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നേരത്തെയൊക്കെ എഴുന്നേൽക്കുമായിരിക്കും, നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും മിക്ക ദിവസങ്ങളിലും അവളൊരു 11 മണിയൊക്കെ ആയിട്ടേ പിന്നെ എഴുന്നേൽക്കാറുള്ളൂ കേട്ടോ. ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ എല്ലാം തീർക്കും. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഒതുക്കിയതിന് ശേഷം സമാധാനത്തിൽ വന്നിരുന്നാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ പണികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് നേരം ചുമ്മാ ഇരിക്കട്ടെ. ചിലപ്പോൾ ചുമ്മാ ഇരിക്കും കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ എനർജി ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. എനിവേയ്സ് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു സമയമായപ്പോൾ ഇക്കു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ID കാർഡ് റിജക്റ്റ് ആയിട്ടുണ്ട്, ഫോട്ടോയിൽ വന്ന എന്തോ മിസ്റ്റേക്ക് ആണെന്ന്, ഒന്നുകൂടി ഫോട്ടോ എടുക്കണമെന്ന്. അല്ലെങ്കിലും അത് അങ്ങനെ ആയിരിക്കുമല്ലോ. ഈ പ്രാവശ്യം വിസ എന്താണെന്നറിയില്ല, ഒരുപാട് കടമ്പകളിലൂടെ കടന്ന ഒരു വിസയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിവേയ്സ് നമ്മൾ സേക്കുനിന് ഒന്നും കൂടി ഫോട്ടോ എടുക്കാനായിട്ട് പോവാണ്. ഓൾറെഡി ഒരു ഫോട്ടോ എടുത്തതാണ്, അതാണ് റിജക്റ്റ് ആയത്. നമ്മൾ ഓൾറെഡി UAE ഫാമിലി വിസയിൽ തന്നെയാണ് വന്നത്. ഇവിടെ വന്നിട്ട് ഒരു 58 ഡേയ്സിനുള്ളിൽ ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് റൂൾ കേട്ടോ. അപ്പോൾ എൻ്റെ മെഡിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. എൻ്റെ എമിറേറ്റ്സ് ഐഡിയും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ ആയിട്ടുണ്ട്. സേക്കുനിനും ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് എമിറേറ്റ്സ് ഐഡിയൊക്കെ ശരിയായി കേട്ടോ. ആദ്യം ഒന്ന് റിജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഫോട്ടോയുടെ കാര്യത്തിൽ. പിന്നെ നമ്മൾ പുതിയ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനി എൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞാൽ, ഞാനും ഒരു ഫാർമസിസ്റ്റാണ്. എൻ്റെ വീഡിയോസ് പണ്ട് തൊട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. പക്ഷേ കറൻ്റ്ലി ഞാനിപ്പോൾ ജോബ് നോക്കുന്നില്ല കേട്ടോ. കാരണം സേക്കുനിൻ്റെ കാര്യങ്ങൾ ഒന്ന് സെറ്റാക്കിയിട്ട് എനിക്ക് ജോലി നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാമെന്നാണ് ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കുന്ന സമയമാണ് കേട്ടോ. സോ ഈ ഒരു സമയം ഇപ്പോൾ 11 മന്ത്സിൽ കുഞ്ഞിന് ടോയ്സ് ഒക്കെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചെറുതായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും അതിങ്ങനെ നോക്കത്തേ ഉള്ളായിരുന്നു. എടുത്തുകൊണ്ട് വരാനോ എടുക്കാനോ ഒന്നും അത്ര അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവൾ എടുത്തുകൊണ്ട് വരികയും വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. നമ്മളിങ്ങനെ കൂടെ ഇരുന്ന് കളിക്കുന്നത് കൊണ്ട് എടുക്കുന്നതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു കുട്ടി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ സെക്കൻഡ് ഡെലിവറിയാണ്. കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല, ആളും ഫാർമസിസ്റ്റ് തന്നെയാണ്. സോ പ്രൊഫഷണലിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ആക്ച്വലി എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് വീണ്ടും ജോലി കിട്ടാതൊന്നും ഇരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വീണ്ടും ജോലിയൊക്കെ കിട്ടും. പിന്നെ കണ്ടിന്യൂസ് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആയിരിക്കും. അത് ഏത് ജോലിക്കായാലും അങ്ങനെ. പിന്നെ നമ്മൾ ഇത്ര ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ജോബ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളും കുറച്ചുകൂടി ഒരു എഫേർട്ട് ഇടേണ്ടി വരും. കാരണം നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടിയും വരും. പിന്നെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കുകയൊക്കെ വേണമായിരിക്കും. സോ അത് നമ്മളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ അതുകൊണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇവരൊക്കെ അങ്ങ് വളർന്നു പോയില്ലേ. സോ അതുകൊണ്ട് കുറച്ചൊരു ബ്രേക്ക് ഒക്കെ എടുക്കുന്നതിൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും അല്ലേ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.